നമ്മൾ എങ്ങനെ തോറ്റു എന്നതിൽ ഒരു വ്യക്തമായ മറുപടിക്ക് പാർട്ടി തയ്യാറായിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൗരത്വം CAA വിഷയമാക്കി മുസ്ലിം ന്യൂനപക്ഷ സംരക്ഷക വേഷമായിരുന്നു. പരാജയപ്പെട്ടപ്പോൾ ഒഴുകിപ്പോയ ഭൂരിപക്ഷ വോട്ടുകൾ തിരിച്ചുപിടിക്കാനായി അടുത്ത ലക്ഷ്യം. ഉപതെരഞ്ഞെടുപ്പിലാകെ മുസ്ലിം വർഗീയതയുടെ ആശങ്ക പങ്കിട്ട് BJPക്ക് നിലം പാകി. ചേലക്കര ഒഴികെയെല്ലാം ഒഴുകിപ്പോയിട്ടും വിഷയം മാറ്റിപ്പിടിച്ചില്ല. മുഖ്യമന്ത്രിക്ക് പിന്തുണ എന്ന മട്ടിൽ വെള്ളാപ്പള്ളിയുടെ വർഗീയ നാവും പിന്നാലെ ചരിച്ചു. വെള്ളാപ്പള്ളിക്ക് പിന്തുണ എന്ന മട്ടിൽ മുഖ്യമന്ത്രി പട്ടും വളയും നൽകി ആദരിച്ചു. ആഗോള അയ്യപ്പ സംഗമം എന്ന തിരഞ്ഞെടുപ്പ് തന്ത്രത്തിന് സ്വന്തം കാറിലിരുത്തി വേദിയിലെത്തിച്ചു. പക്ഷേ സംഗമത്തിന് പിന്നാലെ എത്തിയ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പദ്ധതികൾ അടപടലം പാളി. തെക്ക് തിരുവനന്തപുരവും കൊല്ലവും ആലപ്പുഴയും പത്തനംതിട്ടയും എതിരായി വെള്ളാപ്പള്ളിക്കൂട്ട് മലബാറിലും തിരിച്ചടിച്ചു. ആലപ്പുഴയിൽ മാവേലിക്കരയിലും ചെങ്ങന്നൂരും NDAയ്ക്കും പിറകിൽ മൂന്നാമതായി. ക്ഷേമ പെൻഷനടക്കം മിനി ബജറ്റിലൂടെ സെമി ഫൈനലും പിന്നിട്ട് ഫൈനലും കടന്ന പിണറായി 3-0 എന്നതായിരുന്നു ലക്ഷ്യം. ക്ഷേമപ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ശാപ്പാടടിച്ചു നന്ദികേട് കാട്ടി എന്നത് MMD MLAയുടെ മാത്രം വികാരമെന്ന് കരുതാനാകില്ല. വർഗീയതയും PR ഇവന്റ് മാനേജ്മെന്റും ചേർന്ന പ്രത്യേക ചെരുവ പൊളിയുമ്പോൾ എന്താണിനി പ്ലാൻ B?